ഇന്ന് നമ്മൾ നല്ല വലിയൊരു കണവ കൊണ്ടുള്ള റോസ്റ്റാണ്. ആദ്യം ഇതിനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണവ നല്ല വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ മസാല ഉണ്ടാക്കാം. ഉരുളി നന്നായിട്ട് ചൂടായിക്കണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നല്ല ചൂടായി. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. മുളക് നല്ല രീതിയിലൊന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇടാം. ഈ ഇഞ്ചും വെളുത്തുള്ളിൻ്റെ പച്ചമണം നന്നായിട്ട് പോണം. ഇഞ്ചും വെളുത്തുള്ളിയുടെ പച്ചമണം എല്ലാം പോയി. ഇനി നമുക്ക് സവാള വലിയ ഉള്ളി ഇടാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പെട്ടെന്ന് വാടി കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളി നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാല നമ്മൾ റെഡിയാക്കുകയാണ്. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല രീതിയിൽ വെന്ത് നല്ല ഉടഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്, മല്ലിപ്പൊടി, മുളക് പൊടിയാണ്. ഇനി കുറച്ച് ഫിഷ് മസാലയാണ്. പിന്നെ കുരുമുളക് പൊടി. നല്ല രീതിയിൽ മസാലപ്പൊടി പൗഡറുകളെല്ലാം നല്ല മിക്സ് ആക്കണം. കാരണം ഇതിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോകണം. മസാല നമുക്കിതൊന്ന് മൂടി വെക്കാം. നല്ല രീതിയിൽ ആ പച്ച സ്മെല്ല് പോയിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മസാല നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാവും. ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മസാല വെന്തിട്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കണവ എന്ന കൂന്തൾ നമുക്ക് ഇതിലോട്ട് ഇടാം. കണവാന്ന് തിരുവനന്തപുരം ഭാഷയാണ്, നമ്മളെ മലപ്പുറം ഭാഷയിൽ കൂന്തൾ എന്നാണ് ഇതിന് പേര്. ഇനി മസാലയിൽ നല്ല രീതിയിൽ നമ്മളെ കണവ ഈ മിക്സ് ആക്കി എടുക്കണം. കിണവൊക്കെ കുറച്ച് കൂടുതൽ വേവണം. അപ്പം അതിന് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടു. നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. ഉപ്പിട്ട് ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇത് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് ആകുമ്പോഴേ ഇതൊന്ന് പൊന്തിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 20 മിനിറ്റ് ആയി. ഇപ്പം തന്നെ നല്ലൊരു എണ്ണൊക്കെ തെളിയാൻ തുടങ്ങി. നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇനിയും വേവാനുണ്ട്. നമ്മളെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി മല്ലിയിലും പുതിനയിലും കൂടെ ഒന്ന് മുകളിലായിട്ട് നമുക്കൊരു ഇട്ട് കൊടുക്കാം. കണവ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട് സംഭവം? സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പിയുമായിട്ട് നമ്മൾ വീണ്ടും വരും.
അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.